التعاون والهدف الوحيد. യുഎഇക്ക് ഐക്യത്തിന്റെ പെരുന്നാൾ. രാജ്യമെങ്ങും വർണ്ണപ്പകിട്ടാർന്ന ആഘോഷത്തിന്റെ നിറവിലാണ്. ഇമറാത്തിന്റെ 53ാമത് പിറവി ദിനത്തിൽ ഐക്യത്തിന്റെ കരുത്ത് ഉദ്ഘോഷിച്ച് ലോകത്തിന് ഉദാത്തമായ മാതൃക സൃഷ്ടിച്ച് മനുഷ്യത്വത്തിലൂന്നിയുള്ള വികസന പദ്ധതികളുമായി മുന്നേറുകയാണ് യുഎഇ. ഈ ദിനത്തിൽ യുഎഇ പ്രസിഡന്റ് ഷെയ്ഖ് മുഹമ്മദ് ബിൻ സായിദ് അൽ നഹ്യാൻ, യുഎഇ വൈസ് പ്രസിഡന്റും പ്രധാനമന്ത്രിയും ദുബായ് ഭരണാധികാരിയുമായ ഷെയ്ഖ് മുഹമ്മദ് ബിൻ റാഷിദ് അൽ മക്തും എന്നിവർ ആശംസകൾ നേർന്നു. രാജ്യത്തെ പൗരന്മാർക്കും പ്രവാസികൾക്കും ഹൃദയസ്പർശിയായ ആശംസകൾ നേരുന്നതായും എല്ലാവർക്കും നന്ദി അറിയിക്കുന്നതായും ഇരുവരും വ്യക്തമാക്കി. ഇമറാത്തിനെ കെട്ടിപ്പടുക്കാൻ അഹോരാത്രം പ്രയത്നിച്ച പൂർവ്വപിതാക്കളെ അഭിമാനത്തോടെയും ആവേശത്തോടെയും സ്മരിക്കുന്നതായി നേതാക്കൾ വ്യക്തമാക്കി. ഈ രാജ്യത്തിന്റെ അന്തസ്സും അഭിമാനവും ഉയർത്തിപ്പിടിക്കാൻ പുതിയ തലമുറ പ്രതിജ്ഞാബദ്ധമാണെന്നും നേതാക്കൾ പറഞ്ഞു. രാഷ്ട്രപിതാക്കളുടെ അമരസ്മരണ നിലനിർത്തി പൈതൃകവും സംസ്കാരവും ചേർത്ത് നിർത്തി അബുദാബി, ദുബായ്, ഷാർജ, അജ്മാൻ, ഉമ്മുൽ ഖുവൈൻ, ഫുജൈറ, റാസൽ ഖൈമ എന്നീ എമിറേറ്റുകൾ ദേശീയ ദിനം വിപുലമായി തന്നെ ആഘോഷിക്കുകയാണ്. ലോകത്തെ 200 രാജ്യങ്ങളിൽ നിന്നുള്ള പ്രവാസികൾ ഒരുമിച്ച് കൊണ്ടാടുന്ന ആഘോഷം കൂടിയാണ് യുഎഇ ദേശീയ ദിനം. ദേശവേഷ വ്യത്യാസങ്ങളില്ലാതെ യുഎഇയിൽ താമസിക്കുന്ന എല്ലാ സമൂഹവും രാജ്യത്തിന്റെ കീർത്തി ഉയർത്തിപ്പിടിച്ച് ദേശീയ ദിനം ഗംഭീരമാക്കുകയാണ്. അലൈനിലാണ് ഇത്തവണ ഈദുൽ ഇത്തിഹാദിന്റെ ഔദ്യോഗിക ചടങ്ങുകൾ നടക്കുന്നത്. സൈനിക പരേഡ് ഉൾപ്പെടെ അതിവിപുലമായ ആഘോഷ പരിപാടികളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഒപ്പം എല്ലാ എമിറേറ്റുകളിലും വിപുലമായ ആഘോഷങ്ങളാണ് നടക്കുന്നത്. സൗജന്യ പാർക്കിംഗ്, ട്രാഫിക് പിഴകളിൽ ഇളവ്, പുതിയ ബസ് സർവീസുകൾ, ബസ്സുകളിൽ സൗജന്യ വൈഫൈ തുടങ്ങി നിരവധി ഓഫറുകളാണ് ദേശീയ ദിനത്തിന്റെ ഭാഗമായി സർക്കാർ പ്രഖ്യാപിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കുമായി ഗൾഫ് ചന്ദ്രികയുടെ ഓൺലൈൻ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകൾ സന്ദർശിക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഫോളോ ചെയ്യുക.